ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ രഞ്ജിത്ത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടെന്നീസ് എൽബോയെ പറ്റിയാണ്. നമ്മുടെ കൈമുട്ടിന്റെ ലാറ്ററൽ സൈഡ് അഥവാ തള്ളവിരലിന്റെ ഭാഗത്ത് വരുന്ന മുട്ടിന്റെ ഭാഗത്ത് വരുന്ന വേദനയ്ക്കാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈറ്റിസ് അഥവാ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. നമ്മുടെ കൈയിന്റെ മുകൾ ഭാഗത്തെ ഈ ബോണിനെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. അതിന്റെ താഴ്ഭാഗത്ത് ഒരു ബോണി പ്രോമിനൻസ് ഉണ്ട്, അതിനെയാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്നത്. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ സ്പർശിച്ച് നോക്കിയാൽ നമുക്ക് ആ എല്ല് ഇങ്ങനെ ചെറിയായിട്ട് തടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതിനെയാണ് നമ്മൾ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കൈയിന്റെ ഫോറാം ഭാഗത്ത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, അതിനാണ് എക്സ്റ്റൻസർ മസിൽസ് എന്ന് പറയുന്നത്. ആ എക്സ്റ്റൻസർ മസിൽസും നമ്മുടെ ഈ ഹ്യൂമറസ് എന്ന എല്ലുമായിട്ട് എപ്പിക്കോണ്ടൈൽ എന്ന ഭാഗത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ആ ജോയിൻ ചെയ്യുന്നതിന് കുറച്ച് സഹായിക്കുന്ന കുറച്ച് ടെൻഡൻസ് ഉണ്ട്. നമ്മുടെ ആ മസിൽസിനെയും അതുപോലെ എല്ലിനെയും ജോയിൻ ചെയ്യുന്ന ആ ടെൻഡന് വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ സാധാരണയായി ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. ടെന്നീസ് കളിക്കാർക്കാണ് കൂടുതൽ കണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിനെ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. പക്ഷേ ടെന്നീസ് കളിക്കാർക്ക് മാത്രമല്ല, നമ്മുടെ കൈയുടെ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്സ് വരുന്ന എല്ലാ ജോലി ചെയ്യുന്നവർക്കും ഈ വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്ലംബർമാർക്കും ഇലക്ട്രീഷ്യന്മാർക്കും സ്ക്രൂ ഒക്കെ ഒരുപാട് തിരിക്കേണ്ട ഒരു ആവശ്യമുള്ളവർക്കും അതുപോലെ വീട്ടമ്മമാർക്ക് കൂടുതലായിട്ട് തുണി ഇങ്ങനെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്മെന്റിൽ പിഴിയുന്നവർക്കൊക്കെ ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇതിന്റെ വേദന കൂടുതലായിട്ട് നമ്മുടെ ഈ ജോയിനിന്റെ ഭാഗത്തും അതുപോലെ ഈ അപ്പർ ഫോറാം അത് ഈ മുകളിലത്തെ ഭാഗത്തും അതുപോലെ റിസ്റ്റ് വരെ നമുക്ക് ആ വേദന അനുഭവപ്പെടാം. വേദന പലപ്പോഴും അതികഠിനമായിരിക്കും. ഒരു കപ്പ് ചായ പോലും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം. ഇതിന്റെ ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനം വേണ്ടത് റെസ്റ്റ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ആ മൂവ്മെന്റ്സ് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുന്നത് ഈ രോഗം പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ അക്യൂട്ടായിട്ടുള്ള കണ്ടീഷനിൽ വേദന തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ ഐസ് പാക്ക് വെക്കുന്നത് നമുക്ക് ആ വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. വേദന കുറയ്ക്കുന്ന ആവശ്യമായിട്ടുള്ള മരുന്നുകളും അതുപോലെ ടെന്നീസ് എൽബോ സപ്പോർട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് ഈ രോഗം പെട്ടെന്ന് റിക്കവർ ആവാൻ സഹായിക്കും. വേദനയുടെ കാഠിന്യം കുറഞ്ഞ ശേഷം റെഗുലറായിട്ട് ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്യുന്നത് രോഗം വീണ്ടും വരാതിരിക്കാൻ സഹായിക്കും. ടെന്നീസ് എൽബോയ്ക്ക് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.